നമ്മുടെ സമൂഹത്തിൽ തിരസ്കരിക്കപ്പെട്ടവരുടെ കഥയാണ് ഡോക്ടർ ബിജുവിന്റെ പേരറിയാത്തവർ പറയുന്നത്. സുരാജ് അവതരിപ്പിക്കുന്ന നഗരസഭയുടെ താൽക്കാലിക ശുചീകരണ തൊഴിലാളിയുടെയും അയാളുടെ മകന്റെ സാധാരണ ജീവിതത്തിലൂടെയുമാണ് സിനിമ തുടങ്ങുന്നത്. നഗരം പുറന്തള്ളുന്ന മാലിന്യത്തിനെതിരെ ഉയരുന്ന ജനകീയ പ്രതിരോധവും സിനിമയിൽ പ്രസക്തമാകുന്നു. തൊഴിൽ നഷ്ടമാകുന്ന താൽക്കാലിക ജീവനക്കാരനായ കേന്ദ്ര കഥാപാത്രത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളാണ് സിനിമ പിന്നീട് പറയുന്നത്. ഒപ്പം സമാന്തരമായി തന്നെ പാർശ്വവത്കരിക്കപ്പെടുന്നവരുടെ വേദനയും, വീടില്ലാത്തവർ, വഴിയോര കച്ചവടക്കാർ, നാടോടികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ തുടങ്ങിയവർക്ക് മേൽഭരണകൂടം നടത്തുന്ന വികസന മാതൃകകളെയും കഥ വിമർശന വിധേയമാക്കുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന പേരില്ലാത്ത കഥാനായകന്റെ മകൻ തന്റെ മരിച്ചുപോയ അമ്മയോട് പറയുന്ന വർത്തമാനമാണ് കഥയുടെ മുന്നോട്ട് പോക്കൊരുക്കുന്നത്. നഗരസഭയിലെ സ്ഥിരം ജീവനക്കാരനായ ചാമി കഥാനായകനെയും കൂട്ടി തന്റെ ആദിവാസി ഊരിലേക്ക് നടത്തുന്ന യാത്ര സാധാരണ മനുഷ്യരുടെ ജീവിത ദുഃഖങ്ങൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണെന്ന് പറയുകയാണ് പേരറിയാത്തവർ എന്ന സിനിമയിലൂടെ. നഗരത്തിൽ നിന്ന് ആദിവാസികൾക്കിടയിലെത്തുന്ന പേരറിയാത്ത നായകന് വലിയ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വ്യക്തമാകുന്നില്ലെങ്കിലും കാടിലും നഗരത്തിലും സമ്പന്നവർഗം മാലിന്യം നിറയ്ക്കുന്ന സാമൂഹിക അവസ്ഥയെയും കഥ തുറന്നു കാണിക്കുന്നു. സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം സാമാന്യ ജനത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ്. മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ചിത്രം നേടിയിരുന്നു. ന്യൂയോർക്ക്, ജർമ്മനി, റഷ്യ, ടെഹ്റാൻ, മോൺട്രിയൽ തുടങ്ങിയ ചലച്ചിത്രമേളകളിലേക്ക് പേരറിയാത്തവർ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചിത്രത്തിൽ സുരാജിന്റെ മകനായി വേഷമിട്ട മാസ്റ്റർ ഗോവർദ്ധന് ടെഹ്റാൻ മേളയിൽ ക്രിസ്റ്റൽ സിമോർ പുരസ്കാരവും ലഭിച്ചു. മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരം റഷ്യയിലെ കസാൻ ചലച്ചിത്രമേളയിൽ MJ രാധാകൃഷ്ണനും കിട്ടുകയുണ്ടായി. അമ്പലക്കര ഗ്ലോബൽ ഫിലിംസിന്റെ ബാനറിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ അമ്പലക്കര നിർമ്മിച്ച ചിത്രത്തിൽ സുരാജിനോടൊപ്പം ഇന്ദ്രൻസ്, കൃഷ്ണൻ ബാലകൃഷ്ണൻ, കലിംഗ ശശി, നെടുമുടി വേണു, സോന നായർ, കൃഷ്ണ പ്രസാദ്, അനൂപ് ചന്ദ്രൻ തുടങ്ങിയവരും അഭിനയിക്കുന്നു. ചിത്ര സംയോജനം കാർത്തിക് ജോഗേഷാണ്.